മാവോയിസ്റ്റുകളുടെ ദക്ഷിണേന്ത്യൻ ദളത്തിന് അന്ത്യമാകുന്നു. കർണാടകയിൽ മാവോയിസ്റ്റ് നേതാക്കൾ കൂട്ടത്തോടെ കീഴടങ്ങുകയാണ്. മാവോയിസ്റ്റ് ശൃംഖലയിലെ അവസാന കണ്ണിയെന്ന് അവകാശപ്പെടുന്ന തോമ്പാട്ട് ലക്ഷ്മിയും കീഴടങ്ങി. കർണാടക സർക്കാരിന്റെ മാവോയിസ്റ്റ് കീഴടങ്ങൽ പുനരധിവാസ പാക്കേജ് പ്രകാരം ഞായറാഴ്ച ഉടുപ്പി ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർ ഡോക്ടർ കെ വിദ്യാകുമാരി, ജില്ലാ പോലീസ് സൂപ്രണ്ട് ഡോക്ടർ കെ അരുൺ എന്നിവർ മുമ്പാകെയാണ് കീഴടങ്ങിയത്. ഇവർക്ക് 7.50 ലക്ഷം രൂപ സർക്കാർ സഹായം ലഭിക്കും. പോലീസ് സുരക്ഷാ അകമ്പടിയോടെ ഭർത്താവ് സഞ്ജീവ, സഹോദരൻ വിട്ടല പൂജാരി, ബന്ധുക്കൾ എന്നിവർക്കൊപ്പമാണ് ലക്ഷ്മി എത്തിയത്. KP ശ്രീപാൽ ഉൾപ്പെടെ മാവോയിസ്റ്റ് കീഴടങ്ങൽ പുനരധിവാസ സമിതി അംഗങ്ങൾ, ജില്ലാ പഞ്ചായത്ത് CEO പ്രതീക് ബോയൽ തുടങ്ങിയവർ കീഴടങ്ങൽ വേളയിൽ സന്നിഹിതരായി. TV വാർത്തകളിൽ നിന്നാണ് സർക്കാരിന്റെ മാവോവാദി കീഴടങ്ങൽ പാക്കേജിനെക്കുറിച്ച് താൻ മനസ്സിലാക്കിയതെന്ന് ലക്ഷ്മി പറയുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും അവർ നന്ദി അറിയിച്ചു. സിദ്ധരാമയ്യ തങ്ങൾക്ക് ഒരവസരം നൽകി. അതിനനുസരിച്ച് താൻ യാതൊരു സമ്മർദ്ദവുമില്ലാതെ സ്വമേധയാ കീഴടങ്ങുകയാണ്. തങ്ങളുടെ ഗ്രാമത്തിൽ റോഡുകളും വെള്ളവും സ്കൂളുകളും ആശുപത്രികളും ഇല്ല. ഈ വിഷയത്തിൽ സിദ്ധരാമയ്യ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അവർ പറഞ്ഞു. കീഴടങ്ങിയതിനെ തുടർന്ന് ലക്ഷ്മിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കുന്ദാപുരം കോടതിയിൽ ഹാജരാക്കി. ലക്ഷ്മിക്കെതിരെ ബൈന്ദൂർ താലൂക്കിലെ അമാസോബേൽ പോലീസ് സ്റ്റേഷനിൽ 3 കേസുകൾ നിലവിലുണ്ടെന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ട് ഡോക്ടർ കെ അരുൺ പറഞ്ഞു. ഇതിൽ 2007 വെടിവെപ്പ് സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ കുറ്റങ്ങളും ആക്രമണവും ഭീഷണിപ്പെടുത്തലും ഉൾപ്പെടുന്നു. കീഴടങ്ങൽ പുനരധിവാസ പാക്കേജ് പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലക്ഷ്മിക്ക് ലഭിക്കുമെന്ന് ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർ ഡോക്ടർ കെ വിദ്യാകുമാരി വിശദീകരിച്ചു. പാക്കേജിനെ 3 തട്ടുകളായി തരം തിരിച്ചിരിക്കുന്നു. കീഴടങ്ങുന്ന കേസുകൾ തീർപ്പാക്കാത്ത സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തികൾക്ക് കാറ്റഗറി A 7.50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യുന്നു. 1-ൽ കൂടുതൽ അംഗങ്ങളുമായി കീഴടങ്ങുന്ന സംസ്ഥാനത്തിന് പുറത്ത് സായുധരായ മാവോയിസ്റ്റുകൾക്ക് കാറ്റഗറി B 4 ലക്ഷം രൂപ നൽകുന്നു. മാവോയിസ്റ്റ് ഗ്രൂപ്പുകളുമായുള്ള ബന്ധത്തിൽ കേസുള്ളവർക്ക് 2 ലക്ഷം രൂപയാണ് കാറ്റഗറി C വാഗ്ദാനം ചെയ്യുന്നത്. ലക്ഷ്മി A കാറ്റഗറിയിലേക്ക് യോഗ്യത നേടി. അവരുടെ പുനരധിവാസം, പരിശീലനം, വിദ്യാഭ്യാസാവസരങ്ങൾ എന്നിവയ്ക്കുള്ള ശുപാർശകൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ലക്ഷ്മിയുടെയും കീഴടങ്ങിയ മറ്റ് മാവോയിസ്റ്റുകൾക്കും സാമൂഹിക ആവശ്യങ്ങൾക്കായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് പുനരധിവാസ സമിതി അംഗം KP ശ്രീപാൽ അറിയിച്ചു. പുനരധിവാസ പാക്കേജിനെക്കുറിച്ച് ആശയവിനിമയം നടത്തുന്നതിൽ ഇദ്ദേഹത്തിന്റെ സേവനം മികച്ചതായിരുന്നു. തോമ്പാട്ടിലെ പഞ്ചു പൂജാരിയുടെ 7 മക്കളിൽ ഏക പെൺകുട്ടിയായ ലക്ഷ്മി ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഗ്രാമത്തിലെ വിവിധ സാമൂഹിക പ്രസ്ഥാനങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്നു. അക്കാലത്ത് പശ്ചിമഘട്ടത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്ന മാവോവാദി പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. മദ്യശാലകൾക്കെതിരായ പ്രതിഷേധങ്ങളിലെ പങ്കാളിത്തമാണ് ഈ പോരാളിയെ ശ്രദ്ധേയമാക്കിയത്. മാവോവാദി ഗ്രൂപ്പിൽ ഇടപെട്ടതിനെ തുടർന്ന് ലക്ഷ്മി പ്രസ്ഥാനത്തിൽ കൂടുതൽ സജീവമായി. 2008-2010 മറ്റൊരു മാവോവാദി സഞ്ജീവയെ വിവാഹം കഴിക്കുകയും പിന്നീട് ആന്ധ്രാപ്രദേശിലേക്ക് താമസം മാറ്റുകയും ചെയ്തു. CPI സംഘടനയ്ക്കൊപ്പം 18 വർഷം പ്രവർത്തിച്ച 44-കാരനായ കൊണ്ടേഹോണ്ട രവീന്ദ്ര വെള്ളിയാഴ്ച കീഴടങ്ങിയിരുന്നു. 2007 മുതൽ കേരള, കർണാടക, തമിഴ്നാട് ഭാഗങ്ങളിൽ മാവോയിസ്റ്റ് പ്രവർത്തനം നടത്തിവരികയായിരുന്നു രവീന്ദ്ര. കർണാടകത്തിലെ ശൃംഗേരി താലൂക്കുകൾ ഉൾപ്പെടുന്ന കൊട്ടേഹോണ്ടയാണ് സ്വദേശം. ഇയാൾക്കെതിരെ 27 കേസുകൾ നിലവിലുണ്ട്.